ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് നോട്ടിഫിക്കേഷനാണ്. ഒന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള BEMLന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ICSIL, അതായത് ഇന്റലിജന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പാടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത. അപ്പോൾ MTS ഓർ ഹെൽപ്പർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ വിശദമാക്കുന്ന വീഡിയോ ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസും കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ എയർപോർട്ട് ജോലി, ഇന്നത്തെ കേന്ദ്ര സർക്കാർ ജോലികളുടെ ലിസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ മിൽമ, അതുപോലെ തന്നെ DSSC, അതുപോലെ HOCL, അതുപോലെ തന്നെ എയർപോർട്ട് ജോലി വേറെയും, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസും ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഈ അടുത്തായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. 5 ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളൂ, സമയമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാബിൻ ക്രൂ, അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ക്യാബിൻ ക്രൂവിലേക്ക് അപ്ലൈ ചെയ്യാൻ +2, ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേറെ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ സെലക്ഷൻ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇനിയും വീഡിയോസ് നമ്മൾ ചെയ്യും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പറയാം. ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ BEMLന്റെ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. കഴിഞ്ഞ് കംപ്ലീറ്റ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് BEMLന്റെ നോട്ടിഫിക്കേഷനാണ്. നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. 4 വർഷത്തേക്കാണ് നിയമനം. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ഇങ്ങനെ തന്നെ BEMLന്റെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എലിജിബിൾ ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. അതുമാത്രമല്ല, ഈ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മറ്റ് സെക്ടറിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ വിവിധ ട്രേഡ് ഉണ്ട്. IT ഫിറ്റർ നിങ്ങൾക്ക് 127 വേക്കൻസിയാണ് ടോട്ടൽ. അതുപോലെ ടേണർ നിങ്ങൾക്ക് 93, അതുപോലെ തന്നെ വെൽഡർ നിങ്ങൾക്ക് 44, ദെൻ മെഷീനിസ്റ്റിൽ 40 വേക്കൻസി, അതുപോലെ ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് 58 വേക്കൻസി. ഇത്രയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് SC/ST, OBC, റിസർവ് വേക്കൻസി, ജനറൽ വേക്കൻസി ഒക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മീൻസ് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് IT നിങ്ങൾ പഠിച്ചിരിക്കുക, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്കോട് കൂടി നിങ്ങൾ IT പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്ലസ് അഡീഷണലായിട്ട് നമ്മൾ പല വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്രൻറ്റീഷിപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അപ്രൻറ്റീഷിപ്പിൻ്റെ താഴെ നമുക്ക് എന്താണ് സ്റ്റൈപ്പൻ്റ് എമൗണ്ട് കുറവാണ്, നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ചെയ്യുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന BEML മാത്രമല്ല, പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്രൻറ്റീഷിപ്പ് മാൻഡറ്ററി ആയിട്ട് ചോദിക്കാറുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിറ്റർ ട്രേഡിൽ ITI പ്ലസ് ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ നിന്ന് നിങ്ങൾ നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന NAPS ത്രൂ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ BEML തന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ITI പ്ലസ് നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ITI മാത്രം വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇതും കൂടെ വേണം നമുക്ക്. തീർച്ചയായിട്ടും അപ്രൻറ്റീഷിപ്പും കൂടെ വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ITI മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പും കൂടെ വേണം കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ EWC 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST 34, OBC ആണെങ്കിൽ 32 വയസ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ കണക്കാക്കുന്ന ഡേറ്റ് 10/7/2026 അപ്പോൾ 10/7/2026 ഉള്ളിൽ നമ്മൾ ഈ പറയുന്ന ഏജ്, അതായത് 29 ജനറൽ EWC ആണെങ്കിൽ, SC/ST ആണെങ്കിൽ 34, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മിനിമം 18 വയസ്സാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ റിലാക്സേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 60% വേണം എന്ന് പറഞ്ഞു. എന്നാൽ SC/ST PWBD കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി കേട്ടോ. അവർക്ക് 60 ബാധകമല്ല, അവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ 60% മിനിമം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഏജ് റിലാക്സേഷൻ പറഞ്ഞു. OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനും
അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനൊക്കെ ലഭിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർ SC/ST സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ OBCയുടെ ഒരു സെൽഫ് ഡിക്ലറേഷനും ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡിയാക്കി വെക്കണം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 200 രൂപയാണ് നമ്മൾ അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് അപേക്ഷാ ഫീസ് വരുന്നത്, 200 രൂപ. അതോടൊപ്പം തന്നെ SC/ST അതുപോലെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്കും യാതൊരു ഫീസും വേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രൊവിഷണൽ ഓഫർ, ഫൈനൽ ഓഫർ തുടങ്ങിയിട്ടുള്ള മറ്റ് ഇൻറ്റിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിൽ വഴി ആയിരിക്കും അറിയിക്കുക കേട്ടോ. പിന്നെ അവരുടെ വെബ്സൈറ്റും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊക്കെ BMLൻ്റെ പേജിൽ തന്നെയാണ് അവർ പബ്ലിഷ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ റിട്ടൺ ടെസ്റ്റിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള 3 പാർട്ടാണ് ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 1-ൽ 20 ക്വസ്റ്റ്യന് ജനറൽ അവയർനെസ് ആണ്. പാർട്ട് 2-ൽ 20 ക്വസ്റ്റ്യന് ഇംഗ്ലീഷ് ആൻഡ് റീസണിങ് ആണ്. പാർട്ട് 3-ൽ വരുന്നത് 60 ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളുടെ ഏതാണോ, ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ ഏതാണോ നിങ്ങളുടെ ട്രേഡ്, ആ ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് ശരിയായാലും 1 മാർക്കാണ്. ഇവിടെ നെഗറ്റീവ് മാർക്കില്ല കേട്ടോ. ഓക്കെ. യാതൊരുവിധ നെഗറ്റീവ് മാർക്കും ഇല്ല. തെറ്റായാലും പേടിക്കാനില്ല. മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് പ്രധാനമായിട്ടും നമ്മളെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ആകാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ പുതിയ മാനുഫാക്ചറിങ് കോംപ്ലക്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മറ്റു യൂണിറ്റിലേക്കൊക്കെ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനീഷ്യലി 4 ഇയേഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോൺട്രാക്റ്റ്, അതായത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബേസിക് പേ 16,900, പിന്നെ നമുക്ക് DA HR ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ മറ്റു പേർക്സ് ഒക്കെ, അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് മന്ത്ലി ഒരു 1,500. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ഒരു 10 രൂപയുടെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ മറ്റു ചെറിയ ചെറിയ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 10/7/2026. ഇപ്പം ലൈവ് ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ 10/7/2026 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അയച്ചു കൊടുക്കുക. വൈകുന്നേരം 6 മണി വരെ കേട്ടോ. 10/7/2026 വൈകുന്നേരം 6 മണി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ IT കഴിഞ്ഞ വിദ്യാർത്ഥികൾ IT സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അതിൻ്റെ ഒറിജിനൽ നിങ്ങളെ കയ്യിലില്ല, നിങ്ങൾ റീസെൻ്റായിട്ട് നിങ്ങൾ IT കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട്. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ITയുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. എല്ലാ സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇയറിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ ഗ്രേഡ് പോയിൻറ്റ് ആവറേജ്, CGP ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ഒക്കെ ആണെങ്കിൽ അതിനെ നിങ്ങൾ എന്താണ് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയുള്ളവർ മാത്രം കേട്ടോ. അധിക സർട്ടിഫിക്കറ്റിലും നമുക്ക് മാർക്കും അതിൻ്റെ പെർസെൻറ്റേജൊക്കെ കൊടുക്കും. ഇനി അഥവാ അങ്ങനെ നിങ്ങൾ CGPA ഒക്കെ ആണെങ്കിൽ, CGPA മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോർമുല ഇതാണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ തന്നെ CGPA ഒക്കെ ആണെങ്കിൽ തന്നെ CGPA എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഇനി അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ് എന്തുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ID ഏതെങ്കിലും ആധാർ കാർഡോ പാസ്പോർട്ടോ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. SC/ST OBC PWBD കാൻഡിഡേറ്റ്സ് ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചാൽ അതിനനുസരിച്ച് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ചെക്ക് ലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുക, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 17/6/2026 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് BEML ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണ്ട്, ഇതിലൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും താഴേക്ക് വരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ജിയോ പ്രീമിയം വാട്സപ്പ് ജോബ് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജോബ് അലേർട്ട് സ്കീമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് വരികയാണ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അലർട്ട് ഈ പറയുന്ന അലർട്ട് വരിക, അതായത് ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോമിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അത് റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി ഇവിടെ നോട്ടിഫിക്കേഷൻ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BEMLൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ നേരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് BEMLൻ്റെ പേജ് ഇവിടെ ലോഡായി വരുന്നുണ്ട്. റിക്രൂട്ട്മെൻറ്റ് പേജും കൂടെ BEMLൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കണം. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം, അതായത് ഇൻ്റലിജൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിൻ്റെ. അപ്പോൾ അതാണ് ഇനി സ്ക്രീനിലും കൂടെ കാണാൻ പറ്റുക. ഇതിൽ 18/6/2026 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിലേക്ക് ഹെൽപ്പർ അല്ലെങ്കിൽ MTS എന്ന് പറയുന്ന കരാർ അടിസ്ഥാനത്തിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൽഹി കൺസ്യൂമർ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ലിമിറ്റഡിലേക്കാണ്. ഓക്കെ, 4 മാസത്തേക്കാണ്. എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോടെ വെച്ചിട്ട് ചെയ്താണ്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. 22/6 മുതലാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 25/6/2026 ലാസ്റ്റ് ഡേറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പർ ഓർ MTS 75 വേക്കൻസി ഉണ്ട് കേട്ടോ. നമ്പർ ഓഫ് വേക്കൻസി 75 ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 10ാം ക്ലാസ് ആണ് ഇതിലേക്ക് വേണ്ട യോഗ്യത, അടിസ്ഥാന യോഗ്യത. അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത 10th ആണ്. മാക്സിമം മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം എന്നുള്ള പ്രശ്നം ഇവിടെ വരുന്നില്ല. മിനിമം നിങ്ങൾക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. 18,494 രൂപയാണ് നിങ്ങൾക്ക് മന്ത്ലി റെമ്യൂണറേഷൻ ആയിട്ട് ലഭിക്കുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കാര്യങ്ങളും തരാം. അപ്പോൾ ഡൽഹി അല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയാണെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കുക കേട്ടോ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും വർക്ക് കാര്യങ്ങളൊക്കെ. അതിനൊക്കെ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതിലേക്ക് ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും കേട്ടോ അധികവും. സെലക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡൽഹിയിലൊക്കെ പോകേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ BEMLൻ്റെ നേരെ താഴെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ BEMLD പേജിലേക്കാണ് വരിക. ഓക്കെ, ഇവിടുന്ന് താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യണം. താഴോട്ട് ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നിട്ട് കൂടെ കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ല ടേബിൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ചെറിയൊരു ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ICSIL MTS റിക്രൂട്ട്മെൻറ്റ് ആണിട്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണിച്ച അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം. അപേക്ഷ നൽകാനായിട്ട് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനാണ് വരിക. യൂസർ നെയിം പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്യാം. അതിന് മുൻപ് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ആവും. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ആ രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.